നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കലിയുഗത്തിൽ പൊതുവായി എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാൽ അത് കടബാധ്യത തന്നെയാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിന് ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ കടം വാങ്ങാറുണ്ട്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് വാങ്ങിയ പണം തിരികെ കൊടുക്കുവാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കണമെന്നില്ല. ഇനി ആ കടം വീടുന്നതിന് വേണ്ടി നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും അതിനുവേണ്ടി പണം സ്വരുക്കൂട്ടി വെച്ചാൽ പോലും പെട്ടെന്ന് പണത്തിന് ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ സൂക്ഷിച്ചു വെച്ച പണം എടുത്ത് ചിലവാക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാറുണ്ട്. നിങ്ങളുടെ കടബാധ്യത അതെത്ര വലുതാണെങ്കിലും ശരി, അതല്ലെങ്കിൽ തീർക്കാൻ സാധിക്കാത്ത കടബാധ്യതയാണെങ്കിലും വെറും 15 ദിവസം കൊണ്ട് ആ കടങ്ങൾ തീർന്നു കിട്ടുവാൻ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വളരെ ലളിതമായി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരമാണിത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ 100% ഫലം ഉണ്ടാകുന്നതാണ്. ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കടബാധ്യത മൂലം ഭക്ഷണം കഴിക്കാതെ ഉറക്കമില്ലാതെ വേദനിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണേണ്ടതാണ്. കാരണം ഈ വീഡിയോ കാണുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഒരു മൺപാത്രമോ എടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ബൗളോ സ്റ്റീൽ ബൗളോ എടുക്കുവാൻ പാടില്ല. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങുക. ഒരു കാരണവശാലും അടുക്കളയിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പെടുത്ത് ഈ ഒരു കർമ്മം ചെയ്യരുത്. ഇനി പൂജയുടെ ആവശ്യത്തിനായി കല്ലുപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് കല്ലുപ്പെടുത്ത് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ വസ്തുവാണ് കല്ലുപ്പ്. മാത്രമല്ല നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്ത് നല്ല പോസിറ്റീവ് എനർജി നിറയ്ക്കുവാൻ കഴിവുള്ള വസ്തു കൂടിയാണ് കല്ലുപ്പ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കല്ലുപ്പ് എപ്പോഴും നിറയെ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ അടുക്കളയിൽ കല്ലുപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ഒരു പാക്കറ്റ് കല്ലുപ്പെങ്കിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഏത് വീട്ടിലാണോ കല്ലുപ്പുള്ളത് ആ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ആർക്കെല്ലാം ചെയ്യാം, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുകൂടി നോക്കാം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരും കഴുത്തു ഞെരിക്കുന്ന അളവിൽ കടബാധ്യത മൂലം വിഷമിക്കുന്നവരും പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും കൂടാതെ ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും അങ്ങനെ പണം സംബന്ധമായ ഏതു പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പ്രത്യേകമായ ദിവസമോ സമയമോ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ യാതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോഴും അല്ലെങ്കിൽ കടങ്ങൾ തീർക്കുവാൻ ഏത് സമയത്താണ് പണം ആവശ്യമുള്ളത് ആ ഒരു സമയത്ത് ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകമായ ദിവസമോ സമയമോ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചു പോയാലും വാലായ്മ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. ആദ്യം തന്നെ നിങ്ങൾ ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നതെങ്കിലും അതല്ല മൺപാത്രമാണ് എടുക്കുന്നതെങ്കിലും അതിൽ 1-2 കൈപ്പിടി കല്ലുപ്പെടുക്കുക. അതിനുശേഷം കല്ലുപ്പിന് മുകളിലായി ഒരു കഷ്ണം പച്ചക്കർപ്പൂരമാണ് വെക്കേണ്ടത്. കല്ലുപ്പ് പോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഏറെയുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം. മാത്രമല്ല ജനവശ്യത്തിനും പണവശ്യത്തിനും പ്രയോജനപ്പെടുത്തുന്ന ഒരു വസ്തു കൂടിയാണ് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം ഏതു വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ ദൈവിക ശക്തി നിലനിൽക്കുകയും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഒരു പാത്രത്തിൽ എപ്പോഴും പച്ചക്കർപ്പൂരം വാങ്ങി വെക്കേണ്ടതാണ്. ഇനി വെക്കുമ്പോൾ അടച്ചു വെക്കരുത്, തുറന്നു തന്നെ വെക്കുക. പച്ചക്കർപ്പൂരത്തിന്റെ സുഗന്ധം ഉള്ളിടത്ത് തീർച്ചയായും പോസിറ്റീവ് എനർജി നിറയുകയും അതിലൂടെ ലക്ഷ്മി ദേവി പ്രസാദിക്കുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നതുമാണ്. പണത്തെ ഒരു കാന്തം പോലെ ആകർഷിക്കുവാൻ അല്ലെങ്കിൽ വശ്യം ചെയ്യുവാനുള്ള ശക്തി വളരെ കൂടുതലുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം. പൂജാ സ്റ്റോഴ്സിലും എല്ലാ പച്ചമരുന്ന് കടയിലും പച്ചക്കർപ്പൂരം നമുക്ക് ലഭ്യമാണ്.
പച്ചക്കർപ്പൂരം ഒരു ചെറിയ കഷ്ണം മതിയാകും. ഇനി അതല്ലെങ്കിൽ ഓൺലൈനായും പച്ചക്കർപ്പൂരം നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തന്നെ സാമ്പത്തികപരമായ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്നതാണ്. നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കുവാൻ കഴിവുള്ള കല്ലുപ്പിനോടൊപ്പം പച്ചക്കർപ്പൂരവും വെക്കുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം ഇരട്ടിക്കുന്നതാണ്. ഇനി മൂന്നാമതായി 27 കുരുമുളകാണ് ആവശ്യമുള്ളത്. 27 കുരുമുളക് 27 നക്ഷത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കല്ലുപ്പിന് മുകളിലായി 27 കുരുമുളക് വിതറി ഇടാവുന്നതാണ്. അതിനുശേഷം ഈ ബൗൾ നിങ്ങളുടെ ഉള്ളം കയ്യിലെടുത്ത് നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് തീർക്കുവാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു വഴി കാട്ടിത്തരണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ എല്ലാ മുറികളിലെയും 4 മൂലകളിലും മുകൾ മുതൽ താഴെ വരെയും ഈ ബൗൾ കാട്ടുക. അതായത് നിങ്ങളുടെ ഓരോ മുറിയുടെയും ആ 4 മൂലകൾ, അതായത് ആ കോർണർ വരുന്ന ഭാഗത്താണ് ഈ ബൗൾ കാട്ടേണ്ടത്. ഇനി മുറിയിലെ ഓരോ മൂലയിലും ബൗൾ കാട്ടുന്നതിനോടൊപ്പം തന്നെ ആ മുറിയുടെ കതകിന് പുറകിലും അതുപോലെ തന്നെ ജനൽ പാളികൾ ഉണ്ടെങ്കിൽ ആ ജനൽ പാളികളുടെ പിന്നിലും ഇതേ രീതിയിൽ തന്നെ ഈ ബൗൾ കാട്ടുക. വീട്ടിലുള്ള എല്ലാ മുറിയിലെയും മുക്കിലും മൂലയിലും ഈ ബൗൾ കാട്ടുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള സകല കൺദൃഷ്ടിയും നെഗറ്റീവ് എനർജിയും ദുഷ്ടശക്തികളുടെ നോട്ടവും ഈ കല്ലുപ്പ് ആകർഷിച്ചെടുക്കുന്നതാണ്. വീട്ടിലെ എല്ലാ മുറികളിലെയും ഓരോ മൂലയിലും ഈ ബൗൾ കാട്ടിയതിനു ശേഷം വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റുള്ളവർ, അതായത് പുറത്തു നിന്നും വരുന്നവർ കാണാത്ത രീതിയിൽ ഈ ബൗൾ വെക്കുക. വീടിൻ്റെ ഹാളിലോ ബെഡ്റൂമിലോ കിച്ചൺ കബോർഡിലോ അങ്ങനെ എവിടെയും ഇത് വയ്ക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾ ഒഴികെ പുറത്തു നിന്നും വരുന്നവർ കാണാത്ത രീതിയിൽ വേണം ഈ ബൗൾ വയ്ക്കുവാൻ. അതുപോലെ തന്നെ വീട്ടിലുള്ളവരോടല്ലാതെ മറ്റുള്ളവരോട് ഈ രീതിയിൽ ഒരു കർമ്മം ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള കാര്യം പറയുവാനും പാടില്ല. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കടബാധ്യതയുണ്ടെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവരോട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പൂർണ്ണഫലം ലഭിക്കില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു കർമ്മം ചെയ്ത് 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളുടെ കടങ്ങൾ അതെത്ര വലുതാണെങ്കിലും ശരി, വെറും 15 ദിവസത്തിനുള്ളിൽ തന്നെ ആ കടങ്ങൾ അടച്ചു തീർക്കുവാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതാണ്. ഈ ഒരു കർമ്മം ചെയ്ത് 15 ദിവസം കൊണ്ട് തന്നെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. കൂടാതെ തൊഴിൽപരമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. ഇങ്ങനെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു കർമ്മത്തിലൂടെ ആ തടസ്സങ്ങളെല്ലാം വളരെ വേഗത്തിൽ മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തിക തടസ്സങ്ങൾ മാറിയാൽ തന്നെ പണം അല്ലെങ്കിൽ ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതുമാണ്. ഇനി ഇതിനെല്ലാം ഉപരി പലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുകയും അതിലൂടെ ധനം അല്ലെങ്കിൽ പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതുമാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്ത് വെറുതെ ഇരുന്നാൽ ഒരിക്കലും പണം ലഭിക്കില്ല. മറിച്ച് നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കടമകൾ സത്യസന്ധതയോടും കൃത്യനിഷ്ഠയോടും കൂടി നമ്മൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ കൂടി ചെയ്യുമ്പോൾ പണം അല്ലെങ്കിൽ ധനം നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള സർവ്വവിധ തടസ്സങ്ങളും മാറി പണം നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കടബാധ്യത മൂലം വിഷമിക്കുന്നവർ ഈ ഒരു പരിഹാരം മറക്കാതെ ചെയ്യുക. 15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ നടക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.